പവനും മുകേഷും രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. മുകേഷ് ഈ കമ്പനിയിൽ 3 വർഷമായി ജോലി ചെയ്യുന്നു. അപ്പോഴാണ് അദ്ദേഹം സീനിയർ എഞ്ചിനീയറായി മാറിയത്. പിന്നെ പവൻ 1 വർഷം കൊണ്ട് സീനിയർ എഞ്ചിനീയറായി മാറി. ഇക്കാര്യം മുകേഷിനെ വല്ലാതെ അസൂയപ്പെടുത്തി. പവൻ, നിന്റെ ജോലി കണ്ടിട്ട് ബോസിന് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഈ കൊല്ലം നിനക്കൊരു പ്രൊമോഷൻ ഉണ്ടാവും, കേട്ടോ നീ? അങ്ങനെ സംഭവിച്ചാൽ വളരെ സന്തോഷമാണ്. ഇതേപോലെ സത്യസന്ധയായിട്ട് ജോലി ചെയ്യൂ. ആരെങ്കിലും പവനെ പുകഴ്ത്തി പറഞ്ഞാൽ മതി, മുകേഷിന് ദേഷ്യം വരും. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് ജോലി ചെയ്യുന്നത്, മോട്ടോർ ടെസ്റ്റിംഗ് ജോലി. എന്നാലും പവന്റെ ജോലി മാത്രമാണല്ലോ എല്ലാവർക്കും ഇഷ്ടാവുന്നത്. ഈ പവൻ എല്ലാർമേലെയും എന്ത് മായമന്ത്രം ഇട്ടെന്ന് അറിയില്ലല്ലോ. മുകേഷ് മനസ്സിനകത്ത് പിറുപിറുത്തുകൊണ്ടിരുന്നു. മുകേഷ് തന്റെ വീട്ടിലേക്ക് പോയതും എല്ലാ കാര്യവും തന്റെ ഭാര്യയോട് പറഞ്ഞു. മാനേജർ പവന് ഇന്നൊരു പ്രൊമോഷൻ തരാൻ പോവുകയാണ്. അല്ല, ഈ കമ്പനിയിൽ നിങ്ങൾ 3 വർഷമായി ജോലി ചെയ്യുകയല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാ പ്രൊമോഷൻ നൽകാത്തത്? ഞങ്ങൾ രണ്ടുപേരും ഒരേ ജോലി പോലെയാണ് ചെയ്യുന്നത്, പക്ഷെ എല്ലാവർക്കും അവനെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും അവൻ എന്തെങ്കിലും മന്ത്രം ചെയ്തിട്ടുണ്ടാകും. അതെ, അത് മാത്രമല്ലാതെ എല്ലാവർക്കും അവന്റെ ഭക്ഷണമാണ് കൊടുക്കുന്നത്. പിന്നെ എല്ലാരും അവന്റെ ഭാര്യ നല്ലോണം ഭക്ഷണം ഉണ്ടാക്കും പറയും. അങ്ങനെയാണെങ്കിൽ ആഹാരം കൊടുത്താണോ അവരെ വശത്താക്കിയത്? അതെ, പക്ഷെ നീ വിഷമിക്കണ്ട. എനിക്ക് ചാൻസ് കിട്ടുമ്പോൾ ഞാൻ അതുപോലെ ഒരു കാര്യം ചെയ്യും. പിന്നെ അതിനുശേഷം അവൻ കമ്പനി വിട്ട് തന്നെ ഓടിപ്പോവും. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നീ നോക്കിയിരുന്നോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പവൻ, നിന്നെ ബോസ് വിളിക്കുന്നുണ്ട്. എനിക്കെന്തോ സന്തോഷമായ കാര്യം എന്നാ പറയാൻ പോന്ന്. പവന്റെ മുഖത്ത് ചിരി വന്നു. പിന്നെ മുകേഷിന് മനസ്സിലായി പവന് വീണ്ടും പ്രൊമോഷൻ ലഭിക്കാൻ പോവുകയാണെന്ന്. മുകേഷിന് വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ ഈ കമ്പനിയിൽ 3 കൊല്ലമായിട്ടാണ് അധ്വാനിക്കുന്നത്, എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയില്ലല്ലോ. പക്ഷെ ഇന്നലെ വന്ന ഇവൻ പ്രൊമോഷന് മേലെ പ്രൊമോഷനാണല്ലോ. ഇവന്റെ യോഗ്യത എന്താണെന്ന് നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. പിന്നെ അത്രയും തന്നെ. പവൻ അവിടെ നിന്ന് പോയതും മുകേഷ് പവൻ നിന്ന സ്ഥലത്തേക്ക് പോയി. പിന്നീട് പവൻ ഫിറ്റ് ചെയ്തിരുന്ന മോട്ടറിൽ നിന്നും ചില ഉയറുകൾ അദ്ദേഹം ഊരിവിട്ടു. പിന്നീട് അദ്ദേഹം വീണ്ടും തന്റെ സ്ഥലത്തേക്ക് വന്നു. കുറച്ചു സമയത്തിനകം പവൻ ചിരിച്ചുകൊണ്ട് തിരിച്ചു വന്നു. മുകേഷ് ഏട്ടാ, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ പവൻ. പവൻ വളരെ സന്തോഷത്തോടെയായിരുന്നു. അദ്ദേഹം തന്റെ ഉപകരണങ്ങൾ എടുത്തു. എന്നിട്ട് സന്തോഷത്തോടെ തന്റെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ആ മോട്ടറിന്റെ സ്വിച്ച് ഇട്ടതും അദ്ദേഹത്തിന്റെ മോട്ടറിൽ നിന്നും പെട്ടെന്ന് തീ വന്നു. എന്നിട്ട് മോട്ടോർ ഒരു ബോംബ് പോലെ പൊട്ടി. മുകേഷിന് വളരെ സന്തോഷമായി. പവൻ എന്തെങ്കിലും പരിക്കു പറ്റി കാണുമെന്ന് അദ്ദേഹം കരുതി. ശബ്ദം കേട്ടതും തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഓടി വന്നു കൂടി. പുക മൊത്തം മാഞ്ഞതിനു ശേഷം മുകേഷിന് ആശ്ചര്യം തോന്നി. പവനൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ചെറിയ ചെറിയ പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. പവൻ, പവൻ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? ഇല്ല സാർ, എനിക്കൊന്നും സംഭവിച്ചില്ല. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? അതാ സാർ, എനിക്കറിയില്ല. ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ മോട്ടോർ പൊട്ടിപ്പോയി. ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുണ്ടാവും തോന്നുന്നു. നീ ആദ്യം പോയി ഡോക്ടറെ കണ്ടോ. പിന്നെ അവിടുന്ന് നീ വീട്ടിലേക്ക് പോയിക്കോ. ഇന്നത്തെ ജോലി മുകേഷ് നോക്കിക്കോളും. പിന്നെ അത് മാത്രമല്ലാതെ നാളെ തൊട്ട് നീ സൂപ്പർവൈസിംഗ് ജോലി നോക്കണം. ശരി സാർ. പവൻ ചെന്ന് വെള്ളം കുടിച്ചു. എന്നിട്ട് അവിടെ നിന്നും തിരിച്ചു. മാനേജർ മുകേഷിനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ എന്റെ ക്യാബിനിലേക്ക് വരൂ. മാനേജർ മുകേഷിനെ തന്റെ ക്യാബിനിലേക്ക് വിളിച്ചു. മുകേഷ് മാനേജറിന്റെ ക്യാബിനിലേക്ക് പോയി. മാനേജർ തന്റെ ലാപ്ടോപ്പിൽ മുകേഷിന്റെ വീഡിയോ പ്ലേ ചെയ്തു. അതിൽ മുകേഷ് പവന്റെ മോട്ടോറിൽ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതും മുകേഷിന് വിയർക്കാൻ തുടങ്ങി. ഇന്ന് നടന്നത് അത് ആക്സിഡന്റ് അല്ലെന്ന് എനിക്കറിയാം. ഇതൊക്കെ നിന്റെ പണിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ പവനെ കൊല്ലാൻ നോക്കുകയാണോ? സാറേ, അത് വന്ന് പിന്നെന്ന് ആ ദൈവത്തിന്റെ കൃപ കൊണ്ട് വലിയ അസംഭവം ഒന്നും നടന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് പവന്റെ ജീവൻ പോയാൽ പിന്നെ ഈ ഫാക്ടറിന്റെ മേലും കേസായിട്ടുണ്ടാവും. ഇതൊക്കെ നീ ചെയ്യുന്ന മുമ്പ് ഒരു പ്രാവശ്യം പോലും നീ ആലോചിച്ചില്ലേ? പവന്റെ കുടുംബം എന്താവും നീ ആലോചിച്ചില്ലേ? പിന്നെ അവന്റെ ജീവിതം പോയില്ലേ? ഇതേ സംഭവം നിനക്ക് സംഭവിച്ചാൽ അവൻ പുതിയതായിട്ട് വന്നിട്ടുണ്ടാവാം, പക്ഷെ നിന്നെക്കാട്ടും നല്ല തിരമശാലിയാണ്. അവന്റെ അധ്വാനത്തിലാണ് അവന് പ്രൊമോഷൻ കിട്ടിയത്. ഞാൻ നിന്നെ ഈ ജോലി വിട്ട് നീക്കാൻ പോവുകയാണ്. നാളെ തൊട്ട് നീ ഇങ്ങോട്ട് വരാൻ ആവശ്യമില്ല. ഇല്ല സർ, ഇല്ല സർ, അത് പിന്നെ വന്ന് സാറേ, ഇന്ന് നീ ചെയ്ത കാര്യം എന്നെ ഞങ്ങൾക്ക് മതിയായി. ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ കമ്പനിയിൽ നീ വരണ്ട. ഇതാ നിന്റെ റിലീവിംഗ് ലെറ്റർ. നാളെ തൊട്ട് ഇങ്ങോട്ട് വരണ്ട നീ. മുകേഷിനെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. അദ്ദേഹം തന്നെ കുഴി തോണ്ടി.
അദ്ദേഹം പവന് ദ്രോഹം ചെയ്യണമെന്ന് കരുതി. പക്ഷെ അവസാനം അദ്ദേഹത്തിന് തന്നെ അത് മോശമായി. മുകേഷ് വിഷമത്തോടെ ഇക്കാര്യം തന്റെ ഭാര്യയോട് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട, തീർച്ചയായും നിങ്ങൾക്ക് വേറെ നല്ല ജോലി കിട്ടും. മുകേഷ് തന്റെ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു. അദ്ദേഹം ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജോലി പോകില്ലായിരുന്നു. പിന്നീട് മുകേഷ് ഒരുപാട് ദിവസം ജോലിയില്ലാതെ പല സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു നടന്നു. പക്ഷെ അദ്ദേഹത്തിന് എവിടെയും നല്ലൊരു ജോലി കിട്ടിയില്ല. ഒരുപാട് വിഷമിച്ച അദ്ദേഹം ഒരു ചായക്കടയിൽ ജോലിക്കായി ചേർന്നു. അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കുറഞ്ഞ വരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അത് വെച്ച് അദ്ദേഹം തന്റെ കുടുംബം നടത്തി വന്നു. പിന്നീട് ഒരു ദിവസം പവൻ പ്രതീക്ഷിക്കാതെ ആ ചായക്കടയിലേക്ക് വന്നു. അവിടെ മുകേഷിനെ കണ്ട് അദ്ദേഹം അതിശയിച്ചു പോയി. മുകേഷ് ഏട്ടാ, നിങ്ങളെന്താ ഇവിടെ? അതെ, എന്നെ ജോലി വിട്ട് നീക്കിയതിനു ശേഷം എനിക്ക് വേറെ എവിടെയും ജോലി കിട്ടിയില്ല. നിങ്ങളെ ജോലി വിട്ട് നീക്കിയെന്നോ? പക്ഷെ എന്തിന്? അപ്പോഴാണ് മുകേഷിന് പവൻ ഒരു കാര്യവും അറിയില്ല എന്ന് മനസ്സിലായത്. മുകേഷ് കരഞ്ഞുകൊണ്ട് പവനോട് താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ നിന്നെ കണ്ട് അസൂയപ്പെട്ടു. ഞാൻ നിനക്ക് തെറ്റ് ചെയ്യാൻ നോക്കി. നിന്റെ മോട്ടറിൽ ഞാനാണ് വയറിംഗ് മാറ്റി വെച്ചത്. പക്ഷെ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ കാര്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പവൻ മുകേഷിന്റെ ഈ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമിച്ചു. മുകേഷ് പവന് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ പവൻ ഇപ്പോഴും അദ്ദേഹത്തിന് നല്ലതേ കരുതിയുള്ളൂ. പവൻ മുകേഷിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് അദ്ദേഹത്തിനെ കാണാനായി ചെന്നു. സാർ, എനിക്കറിയാം മുകേഷ് ചേട്ടൻ അസൂയപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. പിന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെ സ്ഥിതി എന്നെ കൊണ്ടാണ് ഒരു കാരണം വന്നത്. ഇത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല സാർ. സാർ പ്ലീസ്, ഇദ്ദേഹത്തിനെ വീണ്ടും നിങ്ങൾ ജോലിക്ക് ചേർക്കണം പ്ലീസ് സാർ. ഇല്ല പവാൻ, വീണ്ടും ഇദ്ദേഹം ഇതുപോലെ കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ചോ, ഇദ്ദേഹം അങ്ങനൊന്നും ചെയ്യില്ല സാർ. താൻ ചെയ്ത തെറ്റ് താൻ തന്നെ സമ്മതിച്ചല്ലോ സാർ. പ്ലീസ് സാർ, ഇദ്ദേഹത്തിന് ഗ്യാരണ്ടി ഞാൻ തന്നോളാം. പ്ലീസ്, വീണ്ടും ഇദ്ദേഹത്തിനെ നിങ്ങൾ ജോലിക്ക് ചേർക്കണം. മാനേജറിന് മുകേഷിന്റെ അവസ്ഥ കണ്ട് പാവം തോന്നി. നാളെ തൊട്ട് നിങ്ങൾക്ക് ജോലി ചേർന്നോളാം. പക്ഷെ ഓർമ്മിച്ചോളൂ, അറിയാണ്ട് പോലും നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും തീർവുണ്ടായാൽ ഞാൻ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ സറണ്ടർ ചെയ്യും. കേട്ടല്ലോ? ഇല്ല സാർ, ഇല്ല. ഇനി എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രശ്നം വരില്ല സാർ. വളരെ നന്ദിയുണ്ട് പവൻ. ഞാൻ നിന്നെ പറ്റി വല്ലാതെ തെറ്റിദ്ധരിച്ചു. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. കുഴപ്പമില്ല ഏട്ടാ, വിട്ടേക്ക്. മനുഷ്യന്മാർ തെറ്റ് ചെയ്യുന്നത് സാധാരണല്ലേ. പവൻ മുകേഷിനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. അടുത്ത ദിവസം മുതൽ മുകേഷ് വീണ്ടും ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് ആരോടും യാതൊരു അസൂയയും ഇല്ല. തന്റെ ജോലി ചെയ്യും, എന്നിട്ട് വീട്ടിലേക്ക് പോകും. അദ്ദേഹത്തിന് മനസ്സിലായി ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് നല്ലതൊന്നും സംഭവിക്കില്ല എന്ന്. പിന്നെ മറ്റുള്ളവർക്ക് കുഴി തോണ്ടിയാൽ ആ കുഴിയിൽ നമ്മൾ തന്നെ വീഴുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.